ഹായ്. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ SSLCയുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നത്. ചില ആളുകൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ട്, ചില ആളുകൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അല്ലേ. അപ്പോൾ എന്തായാലും മാർക്ക് കൂടിയ മാർക്കാണ് പരിഗണിക്കുക, അല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ A+ ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ B+ ആയിട്ടുണ്ടായിരിക്കാം, B+ A ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏത് മാർക്ക് ഏത് സബ്ജക്റ്റിനാണ് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാർക്ക് എങ്ങനെയാണ് നമ്മുടെ അലോട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്യുക. കാരണം നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ സമയമൊക്കെ 2 ദിവസം മുന്നേ കഴിഞ്ഞതാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇനി നമ്മൾ നാളെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നത് 29-ാം തീയതി ആസ് പെർ ദ ഡേറ്റ് പ്രകാരം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ മാർക്ക്, എൻ്റെ കൂടിയ മാർക്ക് എനിക്ക് എങ്ങനെ +1 അലോട്ട്മെൻറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും? പ്രധാനമായും 2 രീതിയിലാണ് ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം. ഒന്ന്, ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞതായത് മിക്കവാറും നാളെ ഈവനിങ് ആകുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയും ആ എഡിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. രണ്ടാമത്, ഓട്ടോമാറ്റിക്കലി ഈ മാർക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അലോട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും അങ്ങനെയും സംഭവിക്കാറുണ്ട്. അതായത് ഓൾറെഡി ഈ ഡാറ്റ ഒക്കെ നിങ്ങളുടെ ഇതിലേക്ക് വന്നാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ നിങ്ങൾ ഫോം എടുത്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് A+ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് നിങ്ങളൊന്നും ചെയ്യാതെ, എഡിറ്റ് ഒന്നും ചെയ്യാതെ നിങ്ങളുടെ A+ നിങ്ങൾക്ക് അതിൽ കാണും. നിങ്ങളത് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ മാർക്ക് എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ മാർക്ക് നോക്കുക, എല്ലാ മാർക്കും പുതിയ മാർക്ക് അതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ 2 രീതിയിൽ ഒന്ന് നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ ചെയ്യാൻ സാധിക്കും, അല്ലാതെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ മാർക്ക് അതിലേക്ക് അപ്ഡേറ്റ് ആവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മുടെ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കൃത്യമായി ഇത് ഓർത്ത് വെക്കുക. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറഞ്ഞ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.